എടാ മോനെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എല്ലാവർക്കും വൈരാഗ്യം തീർക്കാൻ പറ്റിയത് ഫേസ്ബുക്കിലാണ്. അള്ളാഹുടെ മുമ്പിൽ സമാധാനം പറയേണ്ടി. എത്ര വലിയ മുത്തക്കീങ്ങളാണെങ്കിലും എത്ര വലിയ അടയാളമുള്ളവരാണെങ്കിലും ഒരു മനുഷ്യന്റെ അഭിമാനത്തെ പിച്ച് ചിന്തിയാൽ അള്ളാഹുവിനോട് സമാനം പറയേണ്ടി വരും. നബിയേ, ഇത് ജാഊകും മിന ഫൗഖികും വമിന അസ്ഫല മിൻകും വഇദ സാഗത്തിൽ അബ്സാറു വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിറ വതളുന്നൂന ബില്ലാഹിൽ ലുനൂനാ. നബിയേ, ഇത് ജാഊകും മിന ഫൗഖികും, അങ്ങയുടെ തലയുടെ മുകളിലൂടെ ഇന്ന് നാം വ്യോമാക്കണമെന്ന് പറയുന്ന അതേ പദമെടുത്തിട്ട് അല്ലാഹു ചോദിക്കുകയാ, ഇത് ജാഊകും മിന ഫൗഖികും, അങ്ങയുടെയും അനുയായികളുടെയും ഇസ്ലാമിന്റെ തലയുടെ മുകളിലൂടെ വ്യോമാക്രമണവും വമിൻ അസ്ഫല മിൻകും, കരയിലൂടെ കരയാക്രമണവും ഒരേപോലെ നടത്തപ്പെടുമ്പോ നബിയെ, വ്യോമാക്രമണവും കരയാക്രമണവും ഒരേപോലെ നടത്തപ്പെടുന്ന വമിൻ അസ്ഫല മിൻകും വഇദ സാഗത്തിൽ അബ്സാർ വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിറ വതളുന്നൂന ബില്ലാഹിൽ ലുനൂനാ. ഓ നബി, അങ്ങയുടെ അനുയായികളുടെ കണ്ണും കൽബും ഒരേപോലെ പേടിച്ചിരണ്ട്. തലയുടെ മുകളിലൂടെ പാഞ്ഞു പോകുന്ന ആയുധങ്ങളും കരയിലൂടെ പാഞ്ഞു വരുന്ന കുതിര ശബ്ദവും കേട്ട് അങ്ങയുടെ അനുയായികളുടെ ഹൃദയവും കണ്ണുകളും ഒരേപോലെ പരിഭ്രാന്തിയിൽ നിൽക്കുമ്പോ ഹുനാലിക ബുതുലിയൽ മുഅ്മിനൂന വസുസിലു സുൽസാലന ശദീദാ. ഓ നബിയേ, ഹുനാലിക ബുതുലിയൽ മുഅ്മിനൂൻ, അന്ന് സത്യവിശ്വാസികൾ തുല്യതയില്ലാതെ പരീക്ഷിക്കപ്പെട്ടപ്പോ ഞാൻ എന്റെ സഹോദരങ്ങളോട് മ്യാൻമറും റോഹിംഗ്യയും ഫലസ്തീനും ഒക്കെ നമ്മുടെ മുമ്പിൽ കണ്ണീരായി നിലവുകളിലൂടെ പടന്നിറങ്ങുമ്പോ ഇതേ സാഹചര്യത്തെ സഹാബത്ത് എങ്ങനെയാണ് അഭിമുഖീകരിച്ചതെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഖുർആന്റെ 2 ആയത്തുകളും അത് ഇന്നത്തെ അവസ്ഥ മനസ്സിലാക്കാൻ നബിയേ, ഹുനാലിക ബുതുലിയൽ മുഅ്മിനൂൻ, വിശ്വാസികൾ പേടിച്ചു വല്ലാതെ പരീക്ഷിക്കപ്പെട്ടെന്ന് മാത്രമല്ല, അവരെ പരീക്ഷിക്കപ്പെട്ടെന്ന് മാത്രമല്ല, വസുസിലു സുൽസാലന ശദീദാ, അവര് വല്ലാതെ കിടുങ്ങി വിറച്ചു പോയല്ലോ നബിയെ. അന്ന് സഹാബത്ത് കിടുങ്ങി വിറച്ചു പോയല്ലോ നബിയെ. മക്കയും പേർഷ്യയും കിസ്രയും കൈസറും ഒക്കെ നമുക്ക് നേരെ പാഞ്ഞെടുത്തു വരുമ്പോ ആ സഹാബത്ത് പരീക്ഷിക്കപ്പെട്ട് പേടിച്ചു വിറഞ്ഞു പോയല്ലോ നബിയെ. കിടങ്ങുകളിലോട്ട് വലിച്ചു കാറിയിടപ്പെട്ട് മേളിലേക്ക് വന്ന് വീഴുന്ന മണ്ണുമാന്തി യന്ത്രം മണ്ണുവാരിയിടുമ്പോ അവസാനത്തെ നിമിഷം മുന്നിൽ കാണുമ്പോ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെ പോലെ അവരും വല്ലാതെ പേടിച്ചു പോയല്ലോ നബിയെ. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതേതെന്ന് നിങ്ങൾക്കറിയുമോ? മുസ്ലിമീങ്ങളായി വിശ്വാസികൾ പേടിച്ചിരണ്ട് നിൽക്കുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുത്തത് അവസാനിക്കാറായി എന്നല്ല, ഇതോടെ തീർന്നു എന്നല്ല, ഇനി നമ്മൾ ഈ ഭൂലോകത്ത് തുടച്ചു മാറ്റപ്പെടുമെന്നല്ല, അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് പുറകിലേക്ക് മാറാനല്ല. മുസ്ലിമീങ്ങൾ ഇങ്ങനെ പേടിച്ചുകൊണ്ട് ഈ സഖ്യകക്ഷിയുടെ പടയാളികൾ പാഞ്ഞു വരുമ്പോ അവരെ തടുത്തു നിൽക്കാൻ ഒരു കിടങ്ങ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കിടങ്ങ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സമയത്ത് പട്ടിണിപ്പാവങ്ങളായ സഹാബത്ത് കിടങ്ങ് കുടിക്കാൻ ഇരുമ്പായുധമെടുത്ത് വെട്ടവേ ഒരു കരിമ്പാറക്കെട്ടിലേക്ക് പോയിക്കൊണ്ട് കരിമ്പാറ പൊട്ടാൻ കഴിയാതെ ആ പേടിച്ച 2 സഹാബത്ത് വിശന്നിട്ട് വയറുമായി ഇലാ ഹളറത്ത് റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ എന്നിട്ട് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, പട്ടികാലത്താല് ഭക്ഷണം കഴിക്കാനൊന്നുമില്ലാതെ പട്ടിണി കിടന്നിട്ട് ഇരുമ്പായുധമെടുത്ത് കല്ലിൽ വെട്ടിയിട്ട് പൊട്ടുന്നില്ല നബിയേ എന്ന് അനുയായികൾ വിശന്ന് പറഞ്ഞപ്പോ നബിയെ ഇത് കണ്ടോ എന്ന് പറഞ്ഞു നോക്കുമ്പോ അവര് വയറ്റില് കല്ല് കെട്ടി വെച്ചിരിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സഹാബാ, ഞാനും വ്യത്യസ്തനല്ലെന്ന് പറഞ്ഞ് നേതാവ് തന്റെ ശരീരത്തെ മറച്ചിരിക്കുന്ന വസ്ത്രാന്തരങ്ങൾ പൊക്കവേ അല്ലാഹുവിന്റെ റസൂലിന്റെ വയറ്റിൽ 2 കല്ല് കെട്ടി വെച്ചിരിക്കുകയാണ്. എത്രയോ നാളുകൊണ്ട് നമ്മൾ കേട്ടുപടകിയ ചരിത്രമാണിത് മുഅ്മിനീങ്ങളെ.
എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്തിനാണ് വയറ്റിൽ കല്ല് കെട്ടിവെച്ചതെന്നറിയുമോ? വിശന്ന് പറഞ്ഞപ്പോ കല്ല് വയറ്റിൽ കെട്ടിവെച്ചാൽ എന്ത് പ്രയോജനമാണുള്ളത്? ആ കല്ലുകൊണ്ട് വിശപ്പ് മാറില്ലല്ലോ. എന്തിനാണെന്നറിയുമോ മുസ്ലിം ചെറുപ്പക്കാരാ? വയറ് വല്ലാതെ ഭക്ഷണം കഴിക്കാതെ വയറൊട്ടിപ്പോയാല് മെല്ലെ നടുവങ്ങ് കുനിഞ്ഞു പോകും മറ്റുള്ളവരുടെ മുമ്പിൽ. പട്ടിണി കിടന്നാലും നടുവളയാതിരിക്കാനാണ് വയറ്റിലേക്ക് വയറ്റിലേക്ക് കല്ല് കെട്ടിവെച്ചിട്ട് പട്ടിണി കിടന്നാലും മറ്റൊരുത്തന്റെ മുമ്പിൽ തലകുനിച്ചു നിൽക്കുകയില്ലെന്ന് നടു നിവർന്നു നിൽക്കാൻ വേണ്ടിയാണ് 14 നൂറ്റാണ്ട് മുമ്പ് ലോകത്തിന്റെ പ്രവാചകന് പ്രതിസന്ധിയുടെ തീക്ഷ്ണമായ കനൽപ്പതങ്ങളുടെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂല് വയറ്റിൽ കല്ല് കെട്ടിവെച്ചതെങ്കിൽ ഇല്ല, മറ്റൊരുത്തന്റെ മുമ്പിൽ ശത്രുവിന്റെ മുമ്പിൽ തലകുനിക്കുകയില്ല. തല കുനിഞ്ഞെന്നവന് തോന്നുക പോലും ചെയ്യാതിരിക്കാൻ വയറ്റിലെ കല്ല് കെട്ടിവെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ ഇരുമ്പായുധം കയ്യിലെടുക്കുന്നത്. എവിടെയാണ് സ്വഹാബ? ആ കല്ലിലേക്ക് പോയി ഇരുമ്പായുധം കൊണ്ട് ആഞ്ഞു വെട്ടുന്ന സമയം ഇരുമ്പ് പോയി കരിങ്കല്ലിൽ സ്പർശിച്ചപ്പോ സ്വാഭാവികമായിട്ട് തീ പിടിച്ചു തരാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കാനില്ലാതെ തളർന്നവസരായി നിൽക്കുന്ന എതിരാളികളുടെ വായിൽ പെട്ടു നിൽക്കുന്ന അനുയായികളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്നറിയോ സഹാബ? നിരാശപ്പെടേണ്ട സഹാബ, ഈ ചിതറുന്ന തീപ്പൊരി ഏതെന്നറിയുമോ? അറിയില്ല നബിയേ. ഇത് കിസ്റയുടെ ഖജനാമാണ് സഹാബ. രണ്ടാമതും എടുത്തു വെട്ടി, രണ്ടാമതും തീപ്പൊരി ചിതറിയപ്പോ ഇതേതെന്നറിയുമോ? ഇത് കൈസറിന്റെ ഖജനാമാണ് സഹാബ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് റോഹിംഗ്യ പറഞ്ഞു പതറാനല്ല, ഫലസ്തീൻ കെട്ടിട്ട് തിരിഞ്ഞു നടക്കാനല്ല. പട്ടിണിയിലും പരിവട്ടത്തിലും പരീക്ഷണത്തിൽ നിൽക്കുമ്പോ ശുഭാപ്തി വിശ്വാസത്തിന്റെ വൃത്താന്തങ്ങൾ പറഞ്ഞിട്ടാണ് ഹബീബായ നബി തങ്ങൾ ഈ ഉമ്മത്തിനെ മുമ്പോട്ട് നടത്തിയത്. ഒരു റോഹിംഗ്യയിൽ അവസാനിക്കുകയില്ല, ഒരു ഫലസ്തീനിൽ അവസാനിക്കുകയില്ല, ഒരു പശുവിന്റെ പേരിൽ തല്ലിക്കൊന്നാൽ അവസാനിക്കുകയില്ല. പട്ടിണി പാവങ്ങൾ കല്ല് വെട്ടാൻ പോലും സമയമില്ലാതിരുന്ന, ശേഷിയില്ലാതിരുന്ന കാലത്താണ്. നിങ്ങൾ തളരരുത്, അവസാന വിജയം നിങ്ങൾ കാണുന്ന അല്ലാഹുവിന്റെ ഈ ദീനത്വമെന്ന് കിസ്റയുടെ ഖജനാവിന്റെ പുറകിൽ റോമിന്റെ പതാകയുടെ മുകളിൽ തക്ബീറിന്റെ പതാക ഉയരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരുന്നുവല്ലോ. കിസ്റ തകർന്നുവല്ലോ, പേർഷ്യയുടെ മുകളിൽ ഇസ്ലാം ചൈത്രയാത്ര നടത്തിയല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചെറുപ്പക്കാരോട്, റോഹിംഗ്യയിൽ പോയി 10,000 കൊന്നൊടുക്കിയാലും ഇത് അവസാനിക്കാനുള്ളതല്ല. മുസ്ലിം സമൂഹം ഏതെന്നറിയുമോ? ഒരു ദിമിഷ്കിലെ പള്ളിയുടെ വെള്ളമിനാരത്തില് മറിയമിന്റെ പുത്രൻ ഈസാ നബി വരുന്നവൻ കാത്തിരിക്കുന്ന ഒരു സമൂഹമാണിത്. ഇമാം മഹ്ദിയെ കാത്തിരിക്കുന്ന ഒരു സമൂഹമാണിത്. ഈ സമുദായം എങ്ങനെയാണ് തകർന്നു പോവുക? ആർക്കാണ് ഇതിനെ തകർക്കാൻ കഴിയുക? ആർക്കാണ് ഇതിനെ നാമാവശേഷമാക്കാൻ കഴിയുക? അന അവ്വലുഹാ വൽ മഹ്ദി വസ്തുഹാ വഈസാ ആഖിറുഹാ. ആരാണ് ഈ സമുദായത്തെ തകർക്കാൻ കഴിയുക? ആദം നബിയിൽ നിന്ന് ഇറാഖുകയും നടന്ന് യൂറോപ്പിന്റെ മലമടക്കുകളെയും പരിഷ്കാരികളാക്കി, നന്മയുടെ മനുഷ്യത്വത്തിന്റെ വക്താക്കളാക്കി, ലോക ചരിത്രത്തിന്റെ മുകളിലൂടെ നടന്നു പോയ ഈ സമുദായത്തെ ഈ ലോകത്തിന്റെ പരിവർത്തനത്തിന് പടപ്പുറപ്പാട് നാട്ടിയ, ഈ ലോകത്തിന് നാഗരികത പഠിപ്പിച്ചു കൊടുത്ത, ഈ ലോകത്തിന് നന്മയെ നിന്ന് പഠിപ്പിച്ചു കൊടുത്ത, ഈ ലോകത്തിന് ശ്രീലവും അശ്ലീലവും നമ്മിൽ വേർതിരിക്കാൻ പഠിപ്പിച്ചു കൊടുത്ത, മനുഷ്യരാണ് വരുന്ന ലോകത്തോട് പ്രഘോഷണം ചെയ്തു കൊടുക്കാൻ പഠിപ്പിച്ചു കൊടുത്ത ഈ പ്രസ്ഥാനത്തെ ആരാണ് തകർക്കാൻ കഴിയുക? ആർക്കാണ് തകർക്കാൻ കഴിയുക? അനൗവലുക, ഞാനാണ് ഇതിന്റെ ആദ്യത്തിൽ നിന്നത്. വൽ മഹ്ദി വസ്തുഹാ, മഹ്ദിയാണ് ഇതിന്റെ മധ്യഭാഗത്ത് വന്നത്. വഈസാ ആഖിറുഹാ, മറിയമിന്റെ പുത്രൻ ഈസയാണ് ഈ സമുദായത്തിന് അവസാനം വന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത് പ്രതിസന്ധികളുടെ നടുവ് പ്രത്യാശയുടെ വർത്തമാനം പറഞ്ഞിട്ടാണ് മുത്ത് മുസ്തഫ പ്രബോധനം നടത്തിയത്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്ന ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്നറിയില്ല. വിലപിക്കേണ്ട കാര്യമില്ല സഹോദരങ്ങളെ. അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് പറഞ്ഞതാണ്. മ്യാൻമറിന്റെ കൂട്ടക്കുരുതികൾ ഈ തീക്കുണ്ണാരമുണ്ടാക്കി വലിയ കിടങ്ങ് കുടിച്ച് ആ കിടങ്ങിലേക്ക് റോഹിംഗ്യയിലും മ്യാൻമറിലെ പാവപ്പെട്ട നിരപരാധികളായ പിഞ്ചു ബാല്യങ്ങളെ ഇറക്കി നിർത്തിയിട്ട് അവരുടെ ശരീരത്തിലേക്ക് വിറകുകൊള്ളുകളിലൂടെ അഗ്നിജ്വാലങ്ങൾ പടത്തിപ്പിടിക്കുമ്പോ അഗ്നിജ്വാലകളെ ശരീരത്തിന്റെ പച്ചമാംസത്തിലേക്ക് വരുമ്പോ അവര് പറഞ്ഞതേതെന്നറിയോ? നിങ്ങൾ പിന്തിരിയുന്നുവെന്നല്ല, അഗ്നിനാളങ്ങൾ പച്ചമാംസത്തിലേക്ക് പടന്നു കയറുമ്പോഴും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് റോഹിംഗ്യ മുസ്ലിമീങ്ങൾ വിട പറഞ്ഞു പോയതെങ്കിൽ ഓ സമാഇ ദാത്തിൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ് വസാഹിദിൻ വമശ്ഹൂദ് ഖുതില സഹാബുൽ ഖുദൂദിൻ നാർ ദാത്തിൽ വഖൂദ്. അല്ലാഹു ചോദിക്കുകയാണ്, ഖുതില അസ്ഹാബുൽ ഖുദൂദിൻ നാർ വസ്സമാഇ ദാത്തിൽ ബുറൂജ്. ഈ സൂര്യനെയും അതിന്റെ രാശികളെയും അതിന്റെ നിർമ്മിത സ്ഥാനങ്ങളെയും തന്നെയാണ് സത്യം. നിങ്ങൾക്കറിയില്ലയോ? തീ കുണ്ടാരത്തിൽ വെച്ച് വിറക് കൊള്ളികൾ കൊണ്ട് കരിക്കപ്പെട്ട ഒരു സമുദായത്തെ നിങ്ങൾക്ക് ഓർമ്മയില്ലയോ? ഖുതില അസ്ഹാബുൽ ഖുദൂദ്. വിറക് കൊള്ളികൾ കൊണ്ട് കത്തിക്കരിക്കപ്പെട്ട ഒരു സമുദായത്തെ നിങ്ങൾക്ക് ഓർമ്മയില്ലയോ? ആർക്ക് വേണ്ടിയാണ് ഈ സമുദായത്തെ പറഞ്ഞു തന്നത്? 14 നൂറ്റാണ്ട് മുമ്പ് ഖുർആൻ ഓർമ്മിപ്പിച്ച ഈ കഥയാണ്. ഇന്ന് റോഹിംഗ്യയിൽ വിറകുകൊള്ളുകൾ കൂട്ടിവെച്ചിട്ട് നിരപരാധികളെ കൊത്തുനിൽക്കുമ്പോ അള്ളാഹു പറയാണ്, സൂര്യരാശിയെ തന്നെയാണ് സത്യം. ഇസ്ലാമിന്റെ വിജയം കാണാനാണ് സൂര്യൻ കാത്തിരിക്കുന്നതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആശങ്ക വേണ്ട, പിൻവിളിയണ്ട. സത്യം പുലരാനുള്ളതാണ്, അസത്യം തകരാനുള്ളതാണ്. അസത്യം തകരുക തന്നെ ചെയ്യുമെന്ന് ഇന്നൽ ബാതില കാന സഹൂഖാ. ഈ അസത്യം തകരാനുള്ളതാണ്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. മ്യാൻമറിൽ കൊന്നൊടുക്കിയാലും ഫലസ്തീനിൽ കൊലക്കത്തിക്ക് ഉപയോഗപ്പെടുത്തിയാലും വീട്ടിലിരിക്കുന്ന തട്ടമിട്ട മുസ്ലിം പെണ്ണുങ്ങളെ വിളിച്ചിറക്കി കൊണ്ടുപോയി എവിടെയോ മറച്ചാത്തിയാലും ആശങ്കയില്ല സഹോദരങ്ങളെ. ഒരു ഭാഗത്ത് തകർക്കുമ്പോൾ മറുഭാഗത്ത് വളരുകയാണ്. അല്ലാഹു നമുക്ക് ആശങ്കപ്പെടേണ്ടതില്ല. നമ്മൾ എന്തിനാ ആശങ്കപ്പെടണം? പ്രതിസന്ധിയുടെ നടുവിൽ പ്രത്യാശയുടെ വർത്തമാനം പഠിപ്പിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉമ്മത്തിനെ മുമ്പോട്ട് കൊണ്ടുപോയത്. നമ്മൾ വിചാരിച്ചു ഇതോടെ തീർന്ന്, ഇനി മുസ്ലിം ആവാൻ പറ്റൂല, ഇനി ജീവിക്കാൻ പറ്റൂല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒരു ഭാഗത്ത് തകർക്കട്ടെ. കൊടിഞ്ഞിയിലെ ഫൈസലിനെ കൊന്നപ്പോ ഫൈസലിന്റെ വീട്ടിൽ 8 പേര് മുസ്ലിമായി. ഒന്നിനെ കൊന്നപ്പോ 8 മടങ്ങായി. പൊടിഞ്ഞിയിലെ ഫൈസലിനെ കൊന്നപ്പോ, ഒരാളെ കൊന്നപ്പോ 8 പേരാണ് അവിടെ ഇസ്ലാമിലേക്ക് വന്നത്. ഇത് സത്യം എന്ന് പറയുന്നത് ഒരാദർശമാണ്. അതിനെ മുടിവെക്കാൻ നടക്കാൻ കഴിയില്ല. ഈ അടുത്ത സമയത്ത് നിങ്ങളുടെയൊക്കെ ഒരു പ്രശ്നം എന്താ? ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ വാർത്ത എന്താ? അവിടെ അത് കൃത്യമായി ഫേസ്ബുക്കിൽ കാണുന്ന വാർത്തകളെ കുറിച്ച് നമ്മൾ അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കും. ഇതൊരു ഒരു ഇസ്ലാമോ ഫോബിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു പ്രോപ്പഗണ്ടയാണിത്. ചൈനയിൽ ഇസ്ലാം നിരോധിച്ചു, കംബോഡിയയിൽ പള്ളി കയറാനും അതില്ല, അവിടെയില്ല ഇവിടെയില്ല. ഫേസ്ബുക്കിൽ ഇങ്ങനെ വാർത്തകൾ വരികയാണ്. ആരാണ് പറഞ്ഞത്? കഴിഞ്ഞ റമളാനിൽ ചൈനയുടെ പ്രസിഡന്റ് നിസ്കരിക്കുന്ന പള്ളിയിൽ പോയിട്ട് ഇറങ്ങി വരുന്ന ഫോട്ടോയാണ് കണ്ടത്. നാനാഭാഗത്തും വ്യാജമായ പ്രചരണങ്ങൾ. ഇതൊരു ഇസ്ലാമോ ഫോബിയുടെ പ്രോപ്പഗണ്ടയാണ്. നമ്മളതിൽ വീണു പോകരുത്. ജർമ്മനിയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എടുത്ത സമയത്ത് തന്നെ വിളിച്ചു. അവൻ മലപ്പുറം ജില്ലക്കാരനാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ്, MBA പഠിക്കുന്നുണ്ട്, ചെറിയൊരു ബിസിനസ്സും ചെയ്യുന്നുണ്ട്.
എന്നോട് ചോദിച്ചു, ഉസ്താദ് പ്രസംഗമൊക്കെ കേൾക്കാറുണ്ട്, അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ വെറുതെ ജർമ്മനിയിൽ നിന്നല്ല വിളിക്കാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോനെ എന്താ അവിടുത്തെ അവസ്ഥകൾ, എന്താ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താ? നമുക്കിപ്പോൾ ഏതായാലും അവിടെ നമ്മൾ പോയിട്ടില്ലല്ലോ. ആ സമയത്ത് ആ കുട്ടി, മലപ്പുറംകാരനായ കുട്ടി, അവിടെ പഠിക്കുന്ന കുട്ടി എന്നോട് പറഞ്ഞു, ഉസ്താദെ ഓരോ ലോഹർ നിസ്കാര ഏത് 5 വക്കത്ത് നിസ്കാരത്തിനും പള്ളിയിൽ പോയാൽ ജർമ്മനിയിലെ പള്ളിയിൽ ഏറ്റവും കുറഞ്ഞ 2-3 പേരെങ്കിലും ഇസ്ലാമിലേക്ക് സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നുണ്ടാവും. അവിടുത്തെ ഇമാമിന് വലത്തോട്ട് സലാം വീട്ടി ഇടത്തോട്ട് സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജോലി ജർമ്മനിയിലെ പള്ളിയിൽ ഇമാമിന് കാത്തു നിൽക്കുന്ന ആളുകൾക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കലാണ്. നമ്മുടെ നാട്ടിലെ പള്ളിയിലെ ഇമാമിന് സലാം വീട്ടി ഉടനെ ജോലി എന്താ? ജുമയ്ക്ക് ഇപ്പൊ സലാം വീട്ടി അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്, ഒരാൾ മോളെ കെട്ടിക്കാൻ വേണ്ടി ബക്കറ്റുമായിട്ട് വെളിയിൽ നിൽക്കുന്നുണ്ട്, കഴിയുന്നവരൊക്കെ സഹായിക്കണം. നമ്മുടെ പള്ളിയിലെ ജോലി, ഇമാമിന്റെ ജോലി എന്താ? മിക്ക പള്ളിയിൽ തന്നെയാണ് അവസ്ഥ. നമ്മുടെ മഹലിലെ പള്ളിയിലെ ഒരു കുട്ടിയെ കെട്ടിക്കാൻ വേണ്ടി ഏതോ മഹലിലെ ഒരു പെണ്ണ് ഇവിടെ വന്ന് നിൽപ്പുണ്ട്. എന്റെ പൊന്നു സമുദായമേ, പെണ്ണുങ്ങൾ പോലും മക്കളെ കെട്ടിക്കാൻ പള്ളിക്കോലായിൽ വെള്ളിയാഴ്ച തുണി വിരിക്കുന്ന ഒരവസ്ഥ. ഓരോ മഹല്ലുകളും തീരുമാനിച്ചാൽ അത് അവസാനിപ്പിക്കാൻ പറ്റൂലേ? ഇപ്പൊ കണ്ടച്ചിറ മഹലിലെ പ്രസിഡന്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. കാരണം എന്താണെന്നറിയോ? അദ്ദേഹം തൊടുപുഴ കാരാമ്പൂരുകാരനാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരേ നാട്ടുകാരാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ട് ഈ ജമാഅത്തിന്റെ പ്രസിഡന്റ് ആകണം. എവിടുന്നോ വന്ന ഒരാള് ഒരു ജമാഅത്തിന്റെ പ്രസിഡന്റ് ആവണമെങ്കിൽ ആ നാട്ടിലെ ആളുകൾക്ക് വലിയ ഹൃദയവിശാലത ഉണ്ടാവും. അല്ലേ? മറ്റേ കാലാമ്പൂർ ഷാഫി, ഇത് കൊല്ലം ഷാഫി പോലെ. ഓക്കെ. അപ്പോ ഈ പറഞ്ഞ ഞാൻ എൻ്റെ നാട്ടിൽ പ്രസിഡന്റായി, പിന്നെ വൈസ് പ്രസിഡന്റായി, പിന്നെ ഇപ്പൊ എന്താ കാരാളി കോണത്ത് എവിടെ നിന്ന് വന്നവരെയൊക്കെ സ്വീകരിക്കണമെങ്കിൽ ഒരു വലിയ വിശാല മനസ്കത വേണ്ടേ? നമ്മുടെ മഹല്ലിൽ ഒരു മഹല്ല് കമ്മിറ്റി തീരുമാനിച്ചാൽ, ആ മഹല്ലിലെ സമ്പന്നരായ ആളുകൾ തീരുമാനിച്ചാൽ മതി, ആ മഹല്ലിലെ കൃത്യമായ കാര്യങ്ങൾ നടക്കും. അവര് കൃത്യമായി സക്കാത്ത് കൊടുത്താൽ മാത്രം മതി, വേറൊന്നും ചെയ്യണ്ട. ഇത് പറയുന്ന ആർക്കും ഇഷ്ടമല്ല. ഓരോ മഹലിലെയും സമ്പന്നർ അവിടെ കൃത്യമായ സക്കാത്ത് കൊടുത്താൽ മാത്രം മതി ആ നാട്ടിലെ ദാരിദ്ര്യം ഇല്ലാതാവാൻ. ഇത് നമ്മുടെ ജോലി എന്താ? നമ്മുടെ മഹലിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടി ഉണ്ടെങ്കിൽ അവളെ കെട്ടിക്കാൻ വേണ്ടി വേറൊരു മഹലിലെ പള്ളിയിൽ പോയി തുണി വിരിക്കേണ്ട ഒരു കാര്യമില്ല. കൃത്യമായി സക്കാത്ത് കൊടുക്കുക. ആ നാട്ടിലെ ആളുകൾ അവരെ അമിതമായ ധൂർത്തുകൾ ഒഴിവാക്കുക. ഒരു വീട്ടിലെ കല്യാണത്തിന് നടത്തുന്ന അമിതമായ ധൂർത്തുകൾ, ആ ധൂർത്തുകൾ അനാവശ്യമായത് ഒഴിവാക്കി നമ്മുടെ നാട്ടിലെ സാധുക്കളെ സഹായിക്കാനുള്ള ബാധ്യത മഹല്ല് കമ്മിറ്റികൾ, മഹലിലെ പൊതുപ്രവർത്തകർ, മഹലിലെ സമ്പന്നർ ഇവരേറ്റെടുക്കും. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതിനെന്താ ആമീൻ പറയാത്ത? നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. കാരണം അത് അവനവൻ ചെയ്താൽ മതിയല്ലോ. സക്കാത്ത് കൊടുക്കുന്ന കാര്യം പറഞ്ഞാൽ ആമീൻ പറയില്ല. കാരണം ഇത് വേറൊരുത്തർ കൊടുക്കേണ്ടതാണ്. സക്കാത്ത് കൊടുക്കാൻ തൗഫീഖ് ഒരു തൗഫീഖ് ആർക്കും വേണ്ട. കാരണം എങ്ങാനും അല്ലാഹ് സ്വീകരിച്ച പോക്കറ്റിലെ കായെടുത്ത് മറ്റൊരുത്തർ കൊടുത്തേണ്ടി വരും. സക്കാത്ത് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫറലാണ്. അത് കൊടുക്കാത്തവൻ മുസ്ലിമല്ല, അവൻ ഇസ്ലാമിൽ നിന്ന് വെളിയിലാണ്. ഇസ്ലാം കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സക്കാത്ത് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പ്രമാണമാണ്. നമസ്കാരം പോലെ, റമളാനിലെ നോമ്പ് പോലെ, ഹജ്ജ് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സക്കാത്ത്. ഒന്നുകൂടി ഞാൻ തെളിച്ചു പറയുന്നു, ഒരു സമൂഹത്തിന് എപ്പോഴും 2 ശുദ്ധി ആവശ്യമാണ്. ഒന്ന് സാമ്പത്തിക വിശുദ്ധി, മറ്റൊന്ന് ലൈംഗിക വിശുദ്ധി. ഒരു സമൂഹം എന്നും ഈ ലോകത്ത് നല്ല സമൂഹമായി നിലനിൽക്കാനുള്ള കാരണം അതിന് 2 ശുദ്ധി ഉണ്ടാവലാണ്. ഒന്ന് സാമ്പത്തിക ശുദ്ധി, ചൂഷണമില്ലാത്ത സാമ്പത്തിക ശുദ്ധി. 2 ലൈംഗികമായ ശുദ്ധി. ഈ 2 ശുദ്ധിയും ഒരു സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശുദ്ധിയാണ്. അത് രണ്ടും എന്ന് നഷ്ടപ്പെടുന്നുവോ അള്ളാഹു ആ സമയത്ത് ആ സമൂഹത്തെ പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ജമാഅത്തിന്റെ പരിപാലന സമിതി അംഗങ്ങൾ, ജമാഅത്തിലെ സമ്പന്നർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം. അപ്പോൾ ആ മഹല്ല്, ഇപ്പോൾ കണ്ടച്ചിറ മഹലിൽ ഒരു 300 വീടുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾ എല്ലാവരും കൂടി കൃത്യമായി സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമുള്ളവർ കൊടുക്കുക. സാധുക്കൾ അതിനുവേണ്ടി സക്കാത്തിനെ കൃത്യമായി വിനിയോഗിക്കുക. അവർ 2 കൂട്ടർ വിചാരിച്ചാൽ ആ മഹല്ല് നന്നായി. ഉലമാക്കളും ഉമറാക്കളും തീരുമാനിച്ചാൽ ആ മഹല്ല് നന്നായി. അങ്ങനെ ഓരോരുത്തർ വിചാരിക്കുമ്പോൾ ഓരോന്നും നന്നാവും. വൈദ്യനും വൈദികനും വാദ്യാരും നന്നായാൽ ലോകം നന്നായി എന്നാണ്. വൈദ്യനും വൈദികനും വാദ്യാര് നന്നായാൽ ലോകം നന്നായി എന്നാണ്. വൈദ്യൻ ഡോക്ടർ, വൈദികൻ ഞാൻ, വാദ്യാർ അധ്യാപകൻ, ഈ 3 പേരുടെയും മുമ്പിലാണ് ആളുകൾ എത്തുക. വൈദ്യന്റെ മുമ്പിലാണ് രോഗം വന്നാൽ എത്തുക. വൈദികന്റെ മുമ്പിലാണ് ഉപദേശങ്ങൾക്കും ആത്മീയതയ്ക്കും വേണ്ടി എത്തുക. വാദ്യാരുടെ മുമ്പിലാണ് അറിവുകൾക്ക് എത്തുക. അതുകൊണ്ട് വരുന്ന രോഗിയെ വൈദ്യൻ നന്നായി ചികിത്സിക്കുകയും വരുന്ന വിശ്വാസികളെ വൈദികൻ നന്നായി ആത്മീയ ശുശ്രൂഷ നടത്തുകയും
അറിവ് തേടി വരുന്നവർക്ക് വാദ്യാർ ഏറ്റവും നല്ല അറിവ് പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ അവർ ഈ ലോകത്തിനെ നന്നാക്കാൻ പ്രാപ്തിയുള്ള 3 വിഭാഗമാണ്. പ്രശസ്ത സാഹിത്യകാരി ഹെലൻ കെല്ലർ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എൻ്റെ അമ്മ ചെറുപ്പത്തിൽ മരിച്ചുപോയി. ഹെലൻ കെല്ലറിൻ്റെ കെല്ലർ പറയുന്നുണ്ട്, എനിക്ക് അമ്മ മരിച്ചെങ്കിലും എനിക്കൊരമ്മയുണ്ടായിരുന്നു, അതെൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു, എൻ്റെ ടീച്ചറാണ് എന്നെ ഇതുവരെ എത്തിയതെന്ന് ഹെലൻ കെല്ലർ പറയുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും പ്രസംഗം മാത്രമല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ടുമല്ല, ഇരുട്ടിനെ പഴിച്ചിട്ട് കാര്യമില്ല. അവിടെ ഒരു മെഴുകുതിരിയെങ്കിലും കത്തിച്ചു വെക്കലാണ് ഒരു മനുഷ്യൻ്റെ ദൗത്യം. ഇപ്പൊ ഇവിടെ വന്നു, കരണ്ട് പോയി, എല്ലാവരും ഇരുട്ട് വന്നു എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ആരെങ്കിലും ആ സമയത്ത് കയ്യിലുള്ളൊരു മെഴുകുതിരിയോ മൊബൈലിൻ്റെ ഒരു ടോർച്ചോ തെളിച്ചാൽ എല്ലാവർക്കും വിവരമായി. അതുകൊണ്ട് ഇരുട്ടിനെ പഴിക്കുന്നതിൽ അർത്ഥമില്ല. മെഴുകുതിരിയെങ്കിലും കത്തിക്കലാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമെന്ന് തിരിച്ചറിയാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും ആ രീതിയിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അള്ളാഹു എല്ലാവിധ ബറക്കത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാനാഭാഗത്തടക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നിട്ട് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മെ സംബന്ധിച്ച് പ്രതിസന്ധിയുടെ നടുവിലാണ് ഇസ്ലാം എന്നും വളർന്നത്. അതുകൊണ്ട് ആ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ ഏറ്റവും നല്ലവരായി മാറുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പ്രതിസന്ധികൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമ്മൾ ആരാണ്? പേർഷ്യയും കിസ്രയും റോമയും മക്കയും ഒക്കെ ഒന്നിച്ചാക്രമിക്കുമ്പോഴും അവരെ പ്രതിരോധിക്കാൻ ഒരു ഉമർ ഉണ്ടായിരുന്നു, അലി ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു. നമുക്കാരാ ഉള്ളത്? മഹാനായ CH ഒരു കാലത്ത് ചന്ദ്രികയിൽ ഒരു ലേഖനം എഴുതി. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ CH മുഹമ്മദ് കോയ സാഹിബ് അദ്ദേഹം ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: സമുദായത്തിന്റെ തലപ്പത്തിരിക്കാൻ ആളില്ല. ചൂടുള്ളൂ. ആ ലേഖനത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: സമുദായത്തിന്റെ തലപ്പത്തിരിക്കാൻ ആളില്ല. എന്നിട്ട് അദ്ദേഹം എഴുതുകയാണ്, നമ്മുടെ സമൂഹത്തിൽ അബൂബക്കർ ഉണ്ട്, പക്ഷെ അബൂബക്കർ സിദ്ദീഖില്ല. മുസ്ലിം സമുദായത്തിൽ ധാരാളം ഉമറുണ്ട്, പക്ഷെ ഉമറുൽ ഫാറൂഖില്ല. മുസ്ലിം സമുദായത്തിൽ ധാരാളം ഉസ്മാനുണ്ട്, പക്ഷെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഇല്ല. നമുക്ക് ധാരാളം അലിയുണ്ട്, പക്ഷെ അലി ബിൻ അബി താലിബില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ചിന്തനീയമാണ്. ഒരു രാഷ്ട്രീയ പാർശ്വവൽക്കരണത്തിന്റെ പേരിലൊന്നുമല്ല ഞാൻ പറയാം. എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു വിശാലമായ കാഴ്ചപ്പാടുള്ള ആളാണ്. അപ്പൊ CHന്റെ പേര് വന്ന പിന്നെ ഇപ്പൊ ഒരു പച്ചരാഷ്ട്രീയമാണെന്ന് കരുതണ്ട. നമുക്ക് മൊത്തം ഭയങ്കര കുടുസാണ്, ചിന്താഗതി ഭയങ്കര കുടുസ്, ആർക്കും വിശാലതയില്ല. എല്ലാം പണ്ട് ഞാനും എൻ്റെ ഭാര്യയും ഒരു തട്ടാനും എന്ന് പറഞ്ഞ സങ്കല്പം. ഇപ്പൊ തട്ടാനേയും തട്ടിക്കളഞ്ഞ് ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ. പണ്ട് പഴമൊഴി പറയുന്നത് ഞാനും ഭാര്യയും എൻ്റെ തട്ടാനും എന്നാണ്. ഇപ്പൊ തട്ടാനും തട്ടി, ഇപ്പൊ ഞാനും ഭാര്യയും. ഇപ്പൊ ഭാര്യയും വേണ്ട, പോണ വഴിക്ക് വിഷം ഒഴിച്ചു കൊടുക്കും. ഭർത്താവിനെയും വേണ്ട, ഇപ്പൊ അവനവൻ മാത്രം സെൽഫിയായി. അങ്ങനെ മനുഷ്യൻ സെൽഫിഷായി മാറുകയാണ്. ഹൃദയത്തിന് വിശാലത ഉണ്ടാവണം. അതില്ലാത്തടത്തോളം കാലം മനുഷ്യൻ വിശാലമാവൂല. എന്താ ഇസ്ലാമിന്റെ സത്ത? എന്താ അള്ളാഹു ചോദിച്ചത്? എന്താ നിന്റെ നിന്റെ മുഖത്തിന് എത്ര സൗന്ദര്യം നൽകിയെന്ന് അള്ളാഹു ചോദിച്ചോ? ഇല്ല. നിന്റെ കൈകൾക്ക് ഇത്ര കായിക ബലം ഞാൻ തന്നില്ലേ 4 പേരെ അടിക്കാന്നുള്ള ചോദിച്ചോ? ഇല്ല. അള്ളാഹ് ചോദിച്ചത് അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, ഇസ്ലാമിന് വേണ്ടി നിന്റെ ഹൃദയത്തെ ഞാൻ വിശാലമാക്കി തന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നബിതങ്ങൾക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ചോദിച്ചത് അലം നശ്റഹ് ലക സദ്റക, നബിയെ അങ്ങയുടെ ഹൃദയത്തെ ഞാൻ വിശാലമാക്കി തന്നില്ലേ? മൂസാ നബി അള്ളാഹിനോട് പ്രാർത്ഥിച്ചത് അള്ളാഹുവെ സ്വർണ്ണമല വേണമെന്നല്ല, റബ്ബി ശ്റഹ് ലി സദ്രി, എൻ്റെ ഹൃദയത്തെ നീ വിശാലമാക്കി താ അള്ളാഹുവേ എന്നാണ്. നമുക്ക് ഹൃദയ വിശാലതയില്ല. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് മനസ്സിലാക്കി ഈ പ്രതിസന്ധികളുടെ നടുവിൽ ആ പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയുന്ന വ്യക്തിപരമായ തേജസ്സും ഓജസ്സും വെളിച്ചവും നമ്മളിൽ ഉണ്ടാവുക. അപ്പോൾ സമൂഹത്തിൽ ആ വെളിച്ചമുണ്ടാവും. അനാചാരങ്ങൾ അരങ്ങ് തകർക്കുമ്പോൾ എന്നതാണ് എൻ്റെ വിഷയം. അത് പറയുന്നതിന് മുമ്പ് ഞാനിത് പറഞ്ഞത്, ഒരു ഭാഗത്ത് അനാചാരങ്ങൾ ആഞ്ഞടിക്കുമ്പോഴും മറുഭാഗത്ത് പ്രത്യാശയുടെ കിരണങ്ങളുണ്ട്. നാം എല്ലാത്തിനെയും കണ്ണടച്ച് വിമർശിക്കേണ്ടതില്ല. ഒരു ഭാഗത്ത് ധാരാളം പ്രതീക്ഷയുടെ വർത്തമാനങ്ങൾ. ഞാൻ പറഞ്ഞതുപോലെ ജർമ്മനിയിൽ ആ കുട്ടി എന്നോട് പറഞ്ഞു, ഉസ്താദേ ഓരോ വഖത്ത് നിസ്കാരം കഴിയുമ്പോഴും 3-ലധികം ആളുകൾ കലിമത്ത് ഷഹാദ സ്വീകരിക്കാനുണ്ട്. അവിടുത്തെ പള്ളിക്കുള്ളിൽ ധാരാളം ലൈബ്രറികൾ. ആ ലൈബ്രറിയിൽ സംശയ നിവാരണം നടത്താനുള്ള പണ്ഡിതന്മാർ 100 കണക്കിന് ആളുകളാണ് ഖുർആനെ കുറിച്ച് പഠിക്കാൻ പള്ളിക്കുള്ളിൽ ലൈബ്രറിയിൽ എത്തുന്നത്. നമ്മുടെ പള്ളിയുടെ അടുത്ത മൂത്രപ്പുര പോലും ഇതുവരെ ഒന്നായിട്ടില്ല.
അവിടെ പള്ളിയുടെ ഉള്ളിൽ ലൈബ്രറികൾ. നമ്മുടെ പള്ളിയിലേക്ക് ഒരു ക്രിസ്തീയ സഹോദരൻ, ഒരു ഹൈന്ദവ സഹോദരൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം, വായിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാധനാലയത്തിന്റെ ഉള്ളിൽ അവർക്ക് തുറന്നു കൊടുക്കാൻ പറ്റുന്ന ഏത് പുസ്തകമാണ് നമ്മുടെ കയ്യിലുള്ളത്? അവർക്ക് തുറന്നു കൊടുക്കാൻ കഴിയുന്ന ഏത് അറിവിന്റെ വാതായനമാണ് നമ്മുടെ കയ്യിലുള്ളത്? നിർമാതളം പൂത്തപ്പോൾ എന്ന് പറയുന്ന സാഹിത്യം എഴുതിയ 1994 നോബൽ സമ്മാനത്തിന് പേര് ഗണിക്കപ്പെട്ട മാധവിക്കുട്ടി കമല സുറയായപ്പോ ചോദിച്ചൊരു ചോദ്യമുണ്ട്: എന്തുകൊണ്ട് നേരത്തെ നിങ്ങൾ എനിക്ക് ഖുർആനെ പഠിപ്പിച്ചു തന്നില്ല എന്ന്? എന്തുകൊണ്ട് നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നില്ല എന്ന് ആരാണ് മറുപടി പറയേണ്ടത്? ആരാണ് മറുപടി പറയേണ്ടത്? അതുകൊണ്ട് നമ്മുടെ പള്ളികൾ, നമ്മുടെ ആരാധനാലയങ്ങൾ, നമ്മുടെ വീടുകൾ, നമ്മുടെ പരിസരങ്ങൾ, ആ പരിസരങ്ങൾ മാതൃകായോഗ്യമായ ഒരു നാഗരിക സമൂഹമാകുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് പരിവർത്തനം നൽകുകയില്ല. ഏത് ഫറോവയുടെ കാലഘട്ടത്തിലാണോ? ഫറോവയുടെ വീട്ടിലായിരുന്നുവല്ലോ ഫറോവയുടെ ഭാര്യ സ്വർഗം വാങ്ങിച്ചത്. നമ്മളിപ്പോഴും പറയുന്നത് എന്താണ്? കാലം ഇങ്ങനെയായി പോയി, അതിന്റെ കൂടെ ഞാനും ഇങ്ങനെ നടന്നു പോവുകയാണ്. അല്ല സഹോദരിമാരെ, അങ്ങനെയല്ല. ആരുടെ കൂടെയും ഇറങ്ങിപ്പോകുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ വളർത്തിയ പെൺമക്കൾ, അനാചാരങ്ങൾ അരങ്ങ് തകർക്കുന്നു. മിനിഞ്ഞാന്ന് കോഴിക്കോട് നിന്ന് 2 കുട്ടികൾ, ഒരു അബ്ദുൽ വഹാബും പിന്നെ പെൺകുട്ടിയുടെ പേരെന്താ, 22 വയസ്സുള്ള അബ്ദുൽ വഹാബും 21 വയസ്സുള്ള ഒരു പെൺകുട്ടി മീനാക്ഷി എന്ന പേരും തോന്നുന്നു. 2 പേരും കൂടി വയനാട്ടിലേക്ക് ടൂർ പോയി. പോയ വഴിയിൽ താമരശ്ശേരി അടിവാരത്ത് വെച്ച് ടിപ്പർ ലോറിയുടെ അടിയിൽ ബൈക്ക് പോയി കയറി 2 പേരും മരിച്ചു. 2 പേരുടെയും മാതാപിതാക്കൾ അറിഞ്ഞിട്ടില്ല. പഠിക്കാൻ വിട്ട അബ്ദുൽ വഹാബിന്റെ മാതാപിതാക്കൾ അറിഞ്ഞിട്ടില്ല ഒരു പെണ്ണുമായി കറങ്ങാൻ പോയി എന്ന്. കാനറ ബാങ്കിലെ സീനിയർ അക്കൗണ്ടന്റായ മീനാക്ഷിയുടെ പിതാവ് അറിഞ്ഞിട്ടില്ല. രാവിലെ മുത്തം കൊടുത്ത് താൻ പറഞ്ഞു വിട്ട് തന്റെ മോൾ വേറെ ചെറുപ്പക്കാരന്റെ കൂടെ പോയി എന്ന്. 2 പേരും കൂടെ പോയ വഴിയിൽ നഷ്ടപ്പെട്ടു പോയത് ആർക്കാണ്? കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കൾക്ക്. അതിനപ്പുറത്തേക്ക് ആർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താണെന്നറിയോ? അവർ 2 പേരും മരിച്ചപ്പോ ഫേസ്ബുക്കിൽ പിന്നെ കമന്റ് അവരെ ജാതി നോക്കിയിട്ടാണ്. ദൈവം കൊടുത്ത ശിക്ഷയാണ്. റോഡ് അപകടത്തിൽപ്പെടുന്ന മരിച്ചു കിടക്കുന്ന 2 പാവപ്പെട്ട മനുഷ്യരെ നോക്കിയിട്ട് ജാതി പറയുന്നു. ദൈവത്തിന്റെ ശിക്ഷ കഥ പറയുന്ന ആളുകളായി നമ്മുടെ മലയാളത്തിന്റെ മനസാക്ഷി മരവിച്ചു പോയി എന്നത് നമ്മെ എല്ലാവരെയും വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നുണ്ട്. PV സിന്ധു ബാഡ്മിന്റണിൽ മെഡൽ നേടിയപ്പോ അന്ന് ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്തത്, ഇന്ത്യക്കാർ സെർച്ച് ചെയ്തെന്നാണെന്നറിയോ? സിന്ധുവിന്റെ ജാതി ഏതെന്നാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തത്. PV സിന്ധുവിന് ബാഡ്മിന്റണിൽ മെഡൽ കിട്ടിയപ്പോ ആ പെണ്ണിന്റെ ജാതി അന്വേഷിക്കുന്നതിൽ ഗൂഗിളിൽ നിന്ന് 5 ലക്ഷത്തോളം ആളുകളാണ് ആ പെണ്ണിന്റെ ജാതി അന്വേഷിച്ചു പോയത്. ഈ അവസ്ഥയിൽ എല്ലാം ജാതീയമായി വർഗീയമായി കൂട്ടിക്കെട്ടുന്ന ഒരു കിരാത മനസ്സിന് മുമ്പിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിന്റേതാത്ത അടിമയായി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം നമ്മോട് എന്താണോ പറഞ്ഞു തന്നിട്ടുള്ളത്, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് ഒരു ദിവസം അബൂ ദർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, ചോദ്യം അബൂദറിന്റേതാണ്, യാ റസൂലല്ലാഹ്, സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴിയേറെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ നബിയേ? ഒരു അനുയായി വന്നിട്ട് ചോദിക്കുന്നത്, അവനെ മൈക്കൊന്ന് ശരിയാക്കി വെക്കല്ല, സൗണ്ട് പിടിക്കുന്നു. സൗണ്ട് പിടിച്ചാൽ പിന്നെ ഒന്നും നടക്കൂല. ചെണ്ട ഉണ്ടെങ്കിലല്ലേ മുട്ട് കേൾക്കൂ, ഇല്ലേ കൈവരലിങ്ങനെ ആടുകയുള്ളൂ. ഒരു സഹാബി നബി തങ്ങളോട് ചോദിച്ചത് സ്വർഗത്തിലേക്കുള്ള കുറുക്കു വഴി ഏതെന്നാണ്. എന്താ കുറുക്കു വഴി? നമ്മളൊക്കെ ഏതെങ്കിലും ഒരു സലാത്ത് ഉണ്ടെങ്കിൽ അത് ചൊല്ലിയാൽ പെട്ടെന്ന് സ്വർഗത്തിൽ പോയി നമ്മൾ സലാത്ത് അന്വേഷിച്ചടക്കാം. നിക്കരിക്കാനും വയ്യ, നോമ്പുടിക്കാനും വയ്യ. സ്വർഗത്തിലേക്ക് പെട്ടെന്ന് പോകുന്ന ഒരു സലാത്തോ ദിക്റോ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര പെട്ടെന്ന് വേണമെങ്കിലും കരസ്ഥമാക്കും. കാരണം എന്താ? ആ സലാത്തില്ല സ്വർഗത്തിൽ പോകും, ആ ദിക്റില്ല സ്വർഗത്തിൽ പോകും. നിന് നിസ്കാരം വേണ്ട, നോമ്പ് വേണ്ട, പാവങ്ങളെ സഹായിക്കണ്ട, ഒന്നും ചെയ്യണ്ട. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തത് നബിയേ, അബൂ ദർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, സ്വർഗത്തിലേക്കുള്ള കുറുക്കു വഴി ഏതെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തത്, അബൂ ദർ, ഇദാ തബഖതും മിറഖതൻ ഫാക്തിർ മാ,
അബൂദറേ, ഏത് സമയത്തും നിന്റെ വീട്ടിൽ നിന്നെ അടുപ്പത്ത് നീ കറി വെച്ച് കഴിഞ്ഞാൽ ആ കറിയിൽ നീ ഒരൽപ്പം വെള്ളം കൂടുതൽ ഒഴിക്കണേ. എന്നിട്ട് ആ കറി നിന്നെ അയൽപക്കക്കാർക്ക് നീ വിളമ്പി കൊടുക്കണേ. അപ്പോഴാണ് നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുന്നതെന്ന് ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത മനുഷ്യത്വമെന്ന് പഠിപ്പിച്ചു കൊടുത്ത നിന്റെ അയൽപക്കക്കാർക്ക് നിന്റെ കറിയിൽ വെള്ളം ഒഴിച്ചിട്ട് വിളമ്പി കൊടുക്കണേ എന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വന്നവരുടെ വിദ്വേഷത്തിന്റെ കനലുകൾ മനസ്സിന് യുഗാന്തരങ്ങളോളം വെച്ച് കിടന്നൊരു സമൂഹത്തിനോടാണ് നമ്മൾ ചോദിക്കും, എന്തിനാണ് കറിയിൽ വെള്ളമൊഴിക്കുന്ന കാര്യം പറയുക? ഈത്തപ്പന മരത്തിന്റെ ഓല കടിച്ചാൽ വർഷങ്ങളോളം മാറിത്തിരിഞ്ഞു നിന്ന് യുദ്ധം ചെയ്തൊരു സമൂഹത്തോടാണ് അല്ലാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞു കൊടുത്തത്. അബൂദറേ, ഇദാ തബഖത്തും മിർകത്തന ഫാക്ബിർമാ, ഏത് സമയത്ത് നീ കറി വെച്ചാലും ആ സമയത്ത് ആ കറിയിൽ അല്പം വെള്ളം നീ കൂടുതൽ ഒഴിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു ഭാഗത്തെ കലാപങ്ങളും തലവെട്ടലുകളും കൊലപാതകങ്ങളും ചോരച്ചാലുകളും ഒഴുകി നീങ്ങുമ്പോഴും മറുഭാഗത്ത് സ്നേഹത്തിന്റെ പാഠം പഠിപ്പിച്ചു കൊടുത്ത അല്ലാഹുവിന്റെ റസൂലിന്റെ യഥാർത്ഥ അനുയായിയായി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാൻ ഏത് കാര്യകാലം വന്നു നിന്നാലും അവിടേക്ക് ഇസ്ലാമിന്റെ അന്തസത്തയിലൂടെ ജീവിച്ചു പോകാൻ ഏത് അസുരന്മാര് വാണരുളട്ടെ, ഏത് കലികാലങ്ങൾ വന്നു പോകട്ടെ, ഏതൊക്കെ അശ്ലീല അവതാരങ്ങൾ കൺമുമ്പിലൂടെ നടന്നു പോകട്ടെ, ആ സമയത്തെല്ലാം എനിക്കെന്റെ റബ്ബ് പഠിപ്പിച്ചു തന്ന അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന പാഠഭാഗങ്ങളുണ്ട്. ആ പാഠഭാഗങ്ങളിലൂടെയാണ് ഞാൻ എന്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതെന്ന് തീരുമാനിക്കാൻ, എന്റെ മനസ്സിനാണ് വെളിച്ചം വേണ്ടതെന്ന് പറയാൻ, എന്റെ മനസ്സിനാണ് ശുദ്ധി വേണ്ടതെന്ന് പറയാൻ, എന്റെ മനസ്സിനാണ് നന്മ വേണ്ടതെന്ന് പറയാൻ ലോകത്തിന്റെ വക്താക്കളായി നമ്മൾ മാറേണ്ടതുണ്ട്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കാനെത്തിയ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ഫറോവയുടെ കൊട്ടാരത്തിലല്ലയോ ആസിയ ബീവി ജീവിച്ചിരുന്നത്? ഈ കലികാലത്തിന്റെ നടുവിൽ ഈ അന്ധവിശ്വാസത്തിന്റെ അനാചാരങ്ങളുടെ ലോകത്തിന്റെ അന്ധവിശ്വാസത്തിന്റെ ഇടയിൽ അനാചാരങ്ങൾ അകർന്ന് നടത്തു പോകുമ്പോ ഹരിയാനയിൽ ഒരാൾ ദൈവത്തെ അറസ്റ്റ് ചെയ്തു അത്രേ. 1000 മക്കൾ ആ മനുഷ്യനുണ്ടായിരുന്നെന്ന് പറയുമ്പോ കല്യാണം കഴിച്ച് പെണ്ണിനെ കൊണ്ടുപോയി ആത്മീയ ഗുരുവിന്റെ കിടപ്പറയിലേക്ക് ആദ്യം പറഞ്ഞു വിടുന്ന അഭ്യസ്ത വിദ്യരെന്ന് അവകാശപ്പെടുമ്പോഴും ശാസ്ത്രബോധം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മതബോധങ്ങളുമായി നടന്നു പോകുന്ന ഒരു ജനതയുടെ നടുവിലാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഫറോവയുടെ കൊട്ടാരത്തിലാണ് ആസിയ ബീവി ജീവിച്ചത്. ആരാ ഫറോവയാരാ? അന റബ്ബുക്കുമുൽ അലാ, ഞാനാണ് അല്ലാഹു എന്ന് പറഞ്ഞ ഇതിനേക്കാൾ വലിയൊരു ഏകാധിപതിയെ ചരിത്രം കണ്ടിട്ടില്ല, ഇതിനേക്കാൾ വലിയൊരു സർവാധിപതിയെ ചരിത്രം കണ്ടിട്ടില്ല, ഫറോവയേക്കാൾ വലിയൊരു സ്വേച്ഛാധിപതിയെ ചരിത്രം കണ്ടിട്ടില്ല. പിന്നെന്തിനാണ് ഏകാധിപത്യത്തിന്റെ കഥ പറഞ്ഞിട്ട് നമ്മൾ നിരാശരാകുന്നത്? ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുമ്പോ നമ്മൾ എന്തിനാണ് നിരാശരാകുന്നത്? ആദ്യമായി ജനാധിപത്യ കശാപ്പ് ചെയ്തവനല്ലയോ ഇന്ന് ഈജിപ്തിലെ മ്യൂസിയത്തിൽ കിടക്കുന്നത്? ഈജിപ്തിലെ നാഷണൽ മ്യൂസിയം മുഴുവനും കാണാൻ $2 മതി. പക്ഷേ ഫറോവയുടെ മൃതദേഹം കാണണമെങ്കിൽ $10 കൊടുക്കണം. ആ നാഷണൽ മ്യൂസിയം മുഴുവനും കാണാൻ 2-3 പ്രാവശ്യം ഞാൻ പോയി കണ്ടതാണ്. ആ നാഷണൽ മ്യൂസിയം മുഴുവനും കാണാൻ $2 കൊടുത്താൽ മതി. പക്ഷേ ഫറോവയെ കാണണമെങ്കിൽ $10 അവിടെ കൊടുക്കേണ്ടത്. കാരണം ഫറോവ ചില്ലറക്കാരനല്ല. സപ്താത്ഭുതങ്ങളിൽ എണ്ണപ്പെട്ടിരുന്ന ഈജിപ്തിലെ പിരമിഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താ പിരമിഡിന്റെ ചരിത്രമെന്ന് നിങ്ങൾക്കറിയുമോ? ഞാൻ ഏകാധിപത്യത്തിന്റെ ലോകത്തൊരു മുന്നറിയിപ്പ് പോലെ പറയുകയാണ്. പിരമിഡിന്റെ ചരിത്രമേതെന്നറിയോ? ഫറോവമാരുടെ മൃതദേഹം കൊണ്ടുപോയി അടക്കപ്പെട്ട ശവക്കല്ലറയാണ് പിരമിഡ്. ആ പിരമിഡിന് ഇത്രയും ഉയരമുണ്ടാവാൻ കാരണം അതിൽ 1000 പേരെ അടക്കപ്പെട്ടതല്ല. ആ കാലഘട്ടത്തിലെ ഫറോവ ചക്രവർത്തിമാരുടെ പതിവേരെന്നറിയോ? അവര് മരിക്കാറാകുമ്പോൾ അവര് വിളിച്ചു കൂട്ടിയിട്ട് പറയുമത്രേ, ഞാൻ മരിക്കാൻ പോവുകയാണ്, ഞാൻ
മരണത്തോടടുത്ത് കഴിഞ്ഞു. ഞാൻ മരിച്ചു കഴിഞ്ഞ് പരലോകത്ത് പോയാൽ അവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോ ആരെവിടെയെന്ന് ഞാൻ വിളിക്കുമ്പോൾ, ആരെവിടെയെന്ന് വിളിക്കുമ്പോൾ അടിയനെന്ന് മറുപടി പറയാൻ എനിക്കൊരു മന്ത്രി വേണ്ടേ, അവിടെ ഇരിക്കാൻ എനിക്കൊരു കസേര വേണ്ടേ, അവിടെ ഇരിക്കാൻ എനിക്കൊരു ചന്ദാമനം വീശാൻ എനിക്ക് സുന്ദരിമാര് വേണ്ടേ. അതുകൊണ്ട് ഈ മന്ത്രിമാരെ കൊല്ലുക, ഈ സുന്ദരിമാരെ കൊല്ലുക, എന്റെ കസേര എടുത്തിട്ട് അവരോടൊപ്പം എന്റെ ശവക്കല്ലറയിൽ അടക്കം ചെയ്യുക. ഞാൻ പരലോകത്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോ ആരെവിടെയെന്ന് വിളിക്കുമ്പോ എനിക്ക് മന്ത്രിമാര് വേണം, എനിക്ക് ലനനാമണികളായ ബെഞ്ചാമനം വിശാത്തോടികൾ വേണം. അതുകൊണ്ട് അവർക്ക് നാളെ പരലോകത്ത് രാജാവായിരിക്കാൻ സമ്പാദ്യങ്ങളും മന്ത്രിമാരും സുന്ദരിമാരെയും ഒക്കെ കൊന്നിട്ടവരുടെ കബറിൽ കുടിച്ചിട്ടത് കൊണ്ടാണ് ഇന്ന് ഈ പിരമിഡുകൾ എത്രത്തോളം ഉയരമുണ്ടായത്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇതുപോലൊരു രാജാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതുപോലൊരു ഭരണാധികാരിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മൂസാ നബി ചെന്നിട്ട് പറഞ്ഞു ഫറോവയോട്, ഫറോവ. ആ സമയത്ത് ഫറോവ ചോദിച്ചു, മൂസാ ഖാല ഫിർഔന വമാ റബ്ബുൽ ആലമീൻ. ഫറോവ, മൂസ നീ പറയുന്ന റബ്ബുൽ ആലമീനായ അല്ലാഹു ആരാ എന്ന് ചോദിച്ചപ്പോൾ മൂസാ നബി പറഞ്ഞ മറുപടി, അല്ലദീ ഖലഖനി, അവനാണ് എന്നെ സൃഷ്ടിച്ച എന്റെ അല്ലാഹ്. ഈ കാണുന്ന മൂസയെ സൃഷ്ടിച്ച അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ അല്ലാഹയെ പരിചയപ്പെടുത്തിയത് വാളുകൊണ്ടല്ല, ആയുധം കൊണ്ടല്ല. ഫറോവയോടും അല്ലാഹനെ കുറിച്ച് മൂസാ നബി പറഞ്ഞത് അല്ലദീ ഖലഖനി, അവനാണ് എന്നെ സൃഷ്ടിച്ചവൻ, അവനാണ് എന്നെ സൃഷ്ടിച്ചവൻ. ഈ കാണുന്ന രൂപത്തിലും ഭാവത്തിലും എന്നെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ഉമ്മയുടെ ഗർഭാശയത്തിന്റെ 3 ഇരുട്ടറയിൽ നിന്ന് എന്നെ വെളിച്ചം കാണിച്ച എന്റെ അല്ലാഹ്. യഖ്ലുഖുകും ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫീ ദുലുമാതിൻ സലാസ്. ഉമ്മയുടെ ഗർഭാശയത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് 3 ഇരുട്ടറക്കുള്ളിലാണ് ഗർഭാശയത്തിൽ നിന്നെ ഞാൻ കിടത്തിയിരുന്നത്. ഡോക്ടർ സലീം സാഹിബ് അടക്കമുള്ള ബിഷഗ്രന്മാരെ സർജറി ചെയ്തവരുമുണ്ടല്ലോ. ചോദിച്ചു നോക്കൂ, ഖുർആൻ പറഞ്ഞത് എങ്ങനെയാണ്? ആ ഇരുട്ടറയിൽ നിന്ന് എന്നെ വെളിയിലേക്ക് കൊണ്ടുവന്ന് എനിക്ക് കണ്ണ് തന്ന, എനിക്ക് കാല് തന്ന, എനിക്ക് കൈകൾ തന്ന, എനിക്ക് നാസാരന്ധ്രങ്ങൾ തന്ന, എന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ഹൃദയത്തെ തന്ന, ആ ഹൃദയത്തിന്റെ മുകളിൽ എല്ലുകളെ കൊണ്ട് മൂടുന്ന ഒരു നെഞ്ചിനെ തന്ന, എനിക്ക് ശ്വസിക്കാനും ഉച്ഛ്വസിക്കാനും കഴിവ് തന്ന, കാണാൻ എനിക്ക് കണ്ണുകൾ തന്ന, എനിക്ക് കാണാൻ കണ്ണുകൾ തന്ന എന്റെ അല്ലാഹ്. എന്റെ അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയാൽ ഈ കണ്ണുകൾ എന്ന് പറയുന്നത് ഈ 2 കണ്ണുകളുണ്ടല്ലോ. ചാൾസ് ഡാർവിൻ പോലും കുരങ്ങിൽ നിന്ന് പരിണാമം ഉണ്ടായപ്പോഴാണ് മനുഷ്യരുണ്ടായതെന്ന തിയറി വെച്ച ചാൾസ് ഡാർവിനെ പോലും ഉത്തരം മുട്ടിച്ച മനുഷ്യന്റെ അവയവമാണ് കണ്ണ്. ഡാർവിനെ ഈ കണ്ണെങ്ങനെ രൂപാന്തരപ്പെട്ടെന്ന് ചോദിച്ചപ്പോ പ്രകൃതി നിർദ്ധാരണം വഴിയുള്ള ജീവിവർഗത്തിന്റെ ഉൽപ്പത്തി എന്ന പുസ്തകം ഇറക്കിയ ഡാർവിനെ പോലും ഉത്തരം മുട്ടിച്ച കണ്ണ്. ഈ കണ്ണിനെ നിങ്ങളൊരു ക്യാമറയായിട്ട് കണക്കാക്കിയാൽ ഈ ക്യാമറയുടെ വലിപ്പം എത്രയെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾക്കറിയോ? ഐഫോൺ ആപ്പിൾ കമ്പനി നിർമ്മിച്ച ഐഫോൺ 7 ക്യാമറയുടെ മെഗാ പിക്സൽ 12 മെഗാ പിക്സലാ. അതാണ് ഇപ്പൊ ഏറ്റവും വലിയ ക്യാമറയുള്ളത്. മനുഷ്യൻ നിർമ്മിച്ച ഫോണിലുള്ള ക്യാമറ 12 മെഗാ പിക്സലാണെങ്കിൽ എന്റെ പൊന്നുമോനെ, എന്റെ നിങ്ങളുടെ ഈ കണ്ണിലിരിക്കുന്ന ഈ ക്യാമറയെ, ഈ കണ്ണിനെ ഒരു ക്യാമറയായി പരിഗണിച്ചാൽ ഇതിന്റെ മെഗാ പിക്സൽ 600 മെഗാ പിക്സൽ വലിപ്പമുണ്ട്. എന്ത് എല്ലാ ചിത്രങ്ങളെയും കാണുന്ന ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് 3 ലക്ഷത്തോളം വരുന്ന വർണ്ണങ്ങളെ കണക്കാക്കാൻ കഴിയുന്ന അടിസ്ഥാനപരമായ കളറുകൾ 3 എങ്കിലും അതുമായി ഒളിച്ച് കാണുന്ന ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് 3 ലക്ഷത്തോളം വരുന്ന നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടറിനെ പോലും തോൽപ്പിച്ച എന്റെ കണ്ണുണ്ടല്ലോ, ഈ കണ്ണിനേക്ക് തന്ന അല്ലാഹ്, എന്റെ ചെവിയനേക്ക് തന്ന അല്ലാഹ്, എന്റെ തലയിലെ തലയോട്ടിയെ തന്ന അല്ലാഹ്. ഒരു കുഞ്ഞു വെളിയിലേക്ക് വരും, ആ സമയത്ത് ഗർഭാശയത്തിന്റെ ഉള്ളിൽ വെച്ച്
വെച്ച് ആ കുന്നിന്റെ എല്ലുകൾ തമ്മിൽ ജോയിന്റ് ആകുമെങ്കിലും അതിന്റെ തലയിലെ എല്ലുകൾ ജോയിന്റ് ആവുകയില്ല. ആ എല്ലുകൾ ചുരുങ്ങി ചുരുങ്ങി ഒന്ന് മുകളിലേക്ക് കയറി ഇരുന്നിട്ടാണ് കുട്ടി വെളിയിലേക്ക് വരിക. ആ കുട്ടി വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയുടെ തലച്ചോറ് വളർന്ന് വികാസം പ്രാപിക്കുന്നത് വരെ കുട്ടിയുടെ തലയോട്ടിയുടെ എല്ലുകൾ തമ്മിൽ രൂപാന്തരപ്പെടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഉമ്മ റബ്ബിനെ പരിചയപ്പെടുത്തുകയാ. ഇത് പൈങ്കിളി സീരിയലിന്റെ കഥയല്ല, ഇത് ഗ്ലിസറിൻ തേച്ച നടനം നടത്തിയ പെണ്ണിന്റെ കഥയല്ല, ഇതെന്നെ പിടച്ച റബ്ബിന്റെ കഥയാ. ആ കുഞ്ഞങ്ങനെ വളർന്നു വരുമ്പോ അതിന്റെ തലച്ചോറ് വളരുന്നതിനനുസരിച്ച് അതിന്റെ എല്ലുകളും വളരാതിരുന്ന ആ കുഞ്ഞിന്റെ തലച്ചോറിന് വികാസം ഉണ്ടാവില്ല. നമ്മുടെ തലച്ചോറ് വളർന്ന് പൂർത്തിയായി കഴിഞ്ഞാലേ എല്ലുകൾ പിന്നെയോ ജോയിന്റ് ആവുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, ഉമ്മാടെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ നിന്ന് വന്ന് തലച്ചോറ് വികാസം പ്രാപിക്കുമ്പോ ആ സമയത്ത് തലച്ചോറ് പാകമാകുന്നതിനനുസരിച്ച് നിന്റെ എല്ലുകളെ കൂട്ടിയോജിപ്പിക്കാട് നിന്റെ സൗകര്യാർത്ഥം എനിക്ക് തന്നല്ല. ഒരു മിനിറ്റിൽ 22 പ്രാവശ്യം എന്റെ ഹൃദയത്തെ ജോലി ചെയ്യിപ്പിച്ച എന്റെ അല്ലാഹ്. മൂസാ നബിയുടെ പ്രസംഗമാണിത്. പ്രസംഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പ്രസംഗമാണ്. ഫറോവ ഞാനാണ് അല്ല എന്ന് പറഞ്ഞ ഫറോവയുടെ മുമ്പിൽ മൂസാ നബി നടത്ത പ്രസംഗത്തെ സൂറത്ത് ശൂറായിൽ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. അല്ലദീ ഖലഖനി, അവനാണ് എന്നെ സൃഷ്ടിച്ചതെന്നവൻ, അവനാണ് എന്നെ സൃഷ്ടിച്ചവൻ. ഫറോവയെ പരിചയപ്പെട്ടോ നിങ്ങൾ? വെറുതെ ഒരു പൈങ്കിളി പറഞ്ഞിട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. വേണമെങ്കിൽ കബറും കഫന്തുണിയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് നിങ്ങളെ കരയിപ്പിക്കാൻ പറ്റേ. സമകാലീന ലോകത്ത് അല്ലാഹു ആരെന്നറിയണ്ടേ? അല്ലദീ ഖലഖനി. ഫിറഔൻ ചോദിച്ചു, മൂസ ആരാണ്? വമാ റബ്ബുൽ ആലമീൻ. റബ്ബുൽ ആലമീൻ എന്ന് നീ പറയുന്ന അല്ലാഹ് ആരാ? അല്ലദീ ഖലഖനി, അവനാണ് എന്നെ സൃഷ്ടിച്ചവൻ പറയാണ് മൂസാ നബി. ഖുർആൻ ചോദിച്ചില്ലേ, ഒരു ഈച്ചയുടെ ചിറകിനെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. ഗുർപ്രീത് സിംഗിനോട്, മനുഷ്യാവതാരങ്ങളോട് അന്ധവിശ്വാസങ്ങൾ, ഒരു ഈച്ചയുടെ ചിറകിന്. ജവഹർലാൽ നെഹ്റുവിനെ കാണാൻ പോയി സത്യസായി ബാബ. അവിടെ പോയപ്പോ ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യിൽ കൊടുത്തത് ശൂന്യതയിൽ നിന്നൊരു വാച്ച് എടുത്തിട്ട് HMDയുടെ വാച്ച് എടുത്ത കൈ കൊടുത്തു. ജവഹർലാൽ നെഹ്റുവിന്റെ ചോദ്യം, നിങ്ങൾ ഈ HMDയുടെ വാച്ച് അല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു വാച്ച് ശൂന്യതയിൽ നിന്ന് എടുത്ത് തന്നൂടായിരുന്നു എന്നാണ് നെഹ്റു ചോദിച്ചത്. നെഹ്റു എന്നിട്ട് പറഞ്ഞു, രാജ്യം മുഴുവനും ഭക്ഷ്യക്ഷാമത്തിലാണ്, പട്ടിണി പടർന്നു പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ ശൂന്യതയിൽ നിന്ന് വാച്ച് തരാതെ 10 ഗോതമ്പ് ചാക്ക് തന്നിരുന്നെങ്കിൽ ഈ നാട്ടിലെ പട്ടിണി മാറ്റാമായിരുന്നു എന്ന് ചോദിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. 60 ആണ്ട് കടന്നപ്പോ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആ തന്റെ മുമ്പിലേക്ക് സിദ്ധികൾ കാണിച്ചവനോട് തന്മയത്വത്തോടെ, ക്രാന്ത ദാർശനികതയോടെ ഗോതമ്പ് ചാക്ക് തരുമോ എന്ന് ചോദിച്ച പ്രധാനമന്ത്രിയിൽ നിന്ന് 60 വർഷം ഇന്ത്യ പിന്നിട്ടപ്പോ പരിപൂർണ നഗ്നായി നിൽക്കുന്നവന്റെ മുമ്പിൽ പാദസേവ ചെയ്യുന്നിടത്തേക്ക് പ്രധാനമന്ത്രി മാറിയെന്നിടത്താണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വികാസത്തെ നാം വരച്ചു കാണിക്കുന്നത്.